ഏതെങ്കിലും ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി കുറെ ആളുകൾ നിയമവിരുദ്ധമായ മാർഗങ്ങൾ അവലംബിക്കാതെ നിയമവിരുദ്ധമായ വിരുദ്ധമായ അല്ലെങ്കിൽ നിയമ ലംഘിച്ചുകൊണ്ട് അക്രമ സ്വഭാവത്തോടു കൂടി ആയുധങ്ങളും മറ്റ് സ്ഫോടക വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് തങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പൊതുജീവിതവും സമാധാനത്തിന് ഭംഗം വരുത്തിക്കൊണ്ട് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഒക്കെ ഭംഗം വരുത്തിക്കൊണ്ട് നടത്തുന്ന പ്രവർത്തനമാണ് തീവ്രവാദം. അതല്ലാതെ ഇപ്പോ സത്യമാണ് കേരളത്തിൽ രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മറ്റ് ചെറിയ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തലശ്ശേരി കലാപം ഉണ്ടായിട്ടുണ്ട്, തിരുവനന്തപുരത്ത് വർഷങ്ങൾക്ക് മുമ്പ് കലാപം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അന്വേഷിച്ച റിപ്പോർട്ടുകളും കമ്മീഷനും ഒക്കെ നമ്മുടെ മുമ്പാകെ ഉണ്ട്. തലശ്ശേരി എന്താ പറയാ കലാപം അന്വേഷിച്ച നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള. അപ്പൊ അവിടെയൊക്കെ അതിനൊന്നും ഒരു തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് സംഭവിച്ചതെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നീട് 1980കളുടെ ആദ്യത്തിൽ പഞ്ചാബിലും പിന്നീട് കാശ്മീരിലും പിന്നെ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി വടക്ക് കിഴക്കൻ ചില സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഈ സമാന്തരമായ ഈ സ്ഫോടക വസ്തുക്കളും തോക്ക് മുതലായ അത്യാധുനിക ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ചില പ്രത്യേക സംസ്ഥാനം സ്ഥാപിക്കുക, അല്ലെങ്കിൽ ചില പ്രത്യേക രാജ്യം സ്ഥാപിക്കാം, ചില മതപരമായ ലക്ഷ്യത്തോടു കൂടി ചില പ്രദേശങ്ങൾ ഭാരത സർക്കാരിൽ നിന്നും മോചിപ്പിച്ചെടുക്കുക, ഇങ്ങനെ ചില ഉദ്ദേശത്തോടു കൂടി ചില പ്രവർത്തനങ്ങൾ നടത്തി വന്നത്. അപ്പൊ അതൊക്കെയാണ് തീവ്രവാദമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതല്ലാതെ നാട്ടിലിപ്പോൾ നമുക്കറിയാം, വടക്കേ ഇന്ത്യയിലാവട്ടെ മറ്റു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാവട്ടെ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ പല സ്ഥലങ്ങളിലും കേരളം പോലുള്ള ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിൽ രാഷ്ട്രീയത്തിന്റെ പേരിലുമൊക്കെ കൊലപാതകങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. 2005 ബംഗാൾ നിയമസഭയിൽ ബംഗാളിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ നിയമസഭയ്ക്കകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ബംഗാളിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ കാരണം കഴിഞ്ഞ 30 വർഷത്തിലുള്ള, അതായത് 74 മുതൽ 2004-2005 കാലഘട്ടം വരെയുള്ള 30 വർഷത്തിനുള്ളിൽ 55,000 ആളുകൾ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട്. 55,000. ആ എണ്ണം ഒന്ന് എടുത്തു നോക്കൂ. കേരളത്തിലെ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ എനിക്ക് തോന്നുന്ന ഒരു 500 ആൾ മരിച്ചിട്ടുണ്ടാവും. പക്ഷെ ബംഗാളിൽ 55,000 ആളുകൾ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ മരിച്ചു എന്നാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ നിയമസഭയിൽ പറഞ്ഞത്. അതൊന്നും ഈ പറഞ്ഞ പോലെ തീവ്രവാദ പ്രവർത്തനമല്ല, അതൊക്കെ നിയമവിരുദ്ധമായ അക്രമ സംഭവങ്ങളാണ്. തീവ്രവാദ പ്രവർത്തനങ്ങളെ വേറെ രീതിയിലാണ് നിർവചിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിനെ വീണ്ടും കൃത്യമായ ഒരു നിർവചനം പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള, കാരണം ഇത് സർക്കാരിനും ഭരണഘടനാ പ്രകാരം സ്ഥാപിതമായ സ്ഥാപനങ്ങൾക്കും ഭരണഘടനാ സങ്കല്പങ്ങൾക്കും എതിരായിരിക്കണം. അങ്ങനെയൊക്കെ വരുന്ന നിർവചനങ്ങൾക്കുള്ളിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിരോധിക്കുന്ന നിയമപ്രകാരം അതിനെ നിരോധിച്ചിട്ടുള്ളത്, അതിനെതിരെ നടപടി എടുത്തിട്ടുള്ളത്, അതിന്റെ ആളുകളൊക്കെ ജയിലിൽ കിടക്കുന്നത്. ഇപ്പൊ കണ്ണൂരിലോ മറ്റോ രാഷ്ട്രീയ സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ മാക്സിമം പോയാൽ 1 കൊല്ലമൊക്കെയാണ് പരമാവധി ജാമ്യം കിട്ടാതെ ആളുകൾ ഉള്ളിൽ കിടക്കാറ്. പക്ഷെ ഇവിടെ തീവ്രവാദ കേസുകളിൽ അങ്ങനെയല്ല. അവർക്ക് ജാമ്യം സാധാരണഗതിയിൽ കൊടുക്കാറില്ല. കാരണം അത്തരത്തിലുള്ള നിയമപ്രകാരമാണ് അവരെതിരെ കുറ്റം ചാർജ് ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് നടത്തിയത് കേവലം അക്രമ സംഭവങ്ങൾ മാത്രമല്ല, നമ്മുടെ ഭരണഘടനയുടെ അനുസൃതമായിട്ടുള്ള സങ്കല്പങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു സംവിധാനം ഇവിടെ കൊണ്ടുവരാനുള്ള ശ്രമം കൂടി അവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു തീവ്രവാദ സംഘടനയാണ്. PFI പോലുള്ള സംഘടനകളുടെ തീവ്രവാദ പ്രവർത്തനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരാമർശിക്കുമ്പോൾ, അങ്ങനെ ഒരു പരാമർശം വരുമ്പോൾ ഉടനെ കൗണ്ടർ ചെയ്യുന്നത്, അബ്ദുള്ളയെ പോലുള്ളവർ കൗണ്ടർ ചെയ്യുന്നത്, RSS എന്ന ഒരു തീവ്രവാദ സംഘടനയില്ലേ, ഇത്രയധികം കൊലപാതകങ്ങൾ നടത്തിയിട്ടില്ലേ, അങ്ങനെ ഒരു താരതമ്യ പഠനമാണ് നടത്തുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ PFIക്ക് എതിരാണെന്ന് പറയുന്നു. പക്ഷേ അതേസമയം അദ്ദേഹം ആ PFI ഇവിടെ ഉൾപ്പെട്ടിരിക്കുന്ന തീവ്രവാദ കേസുകളുടെ കണക്ക് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ RSS ചെയ്ത തീവ്രവാദ പ്രവർത്തനങ്ങളുടെ കണക്ക് കൃത്യമായി അദ്ദേഹം അവതരിപ്പിച്ചു. അദ്ദേഹം പേരെടുത്ത് പറയുകയും ചെയ്തല്ലോ. ഞാനതാണല്ലോ പറഞ്ഞത്. കേരളത്തിൽ അങ്ങിങ്ങായി രാഷ്ട്രീയ സംഘർഷങ്ങൾ നടന്നിട്ടുണ്ട്, ചില മതപരമായ സംഘർഷങ്ങളും നടന്നിട്ടുണ്ട്. അതിൽ പല ആളുകളും പ്രതിചേർക്കപ്പെട്ടിട്ടുണ്ടാവും. അതൊക്കെ അതിനൊന്നും തീവ്രവാദമാവില്ല. സി വാട്ട് ഈസ് ടെററിസം? സി കമ്മ്യൂണൽ വയലൻസ് ഇസ് നോട്ട് ടെററിസം. അത് ടെററിസം അല്ല.
അത് വേറെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ, അത് രണ്ട് ജാതിയിൽപ്പെട്ടവരോ മതത്തിൽപ്പെട്ടവരോ രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലോ പെട്ടവർ തമ്മിൽ സംഘർഷം ഉണ്ടാവുമ്പോൾ ഇത് ടെററിസം അല്ല. അത് കമ്മ്യൂണൽ വയലൻസ് ആവാം, കാസ്റ്റ് വയലൻസ് ആവാം, പൊളിറ്റിക്കൽ വയലൻസ് ആവാം. അതാണ് ഞാൻ പറഞ്ഞത്. എണ്ണം നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുള്ള ഒരു വയലൻസ് നടന്നിട്ടുള്ളത് പശ്ചിമ ബംഗാളിലാണ്. 55,000 ആളുകളാണ് 30 വർഷത്തിനുള്ളിൽ പൊളിറ്റിക്കൽ വയലൻസിൽ മരണപ്പെട്ടത്. ഇത് പശ്ചിമ ബംഗാൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ 2004-2005 നിയമസഭയ്ക്കകത്ത് ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞതാണ്. റെക്കോർഡുള്ളതാണ്. അപ്പൊ അയാൾ കുറെ ഡാറ്റയുടെ അടിസ്ഥാനത്തിലേക്കല്ലേ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ടെററിസം അല്ല. എന്നാൽ ബംഗാളിന് തൊട്ടടുത്ത് കിടക്കുന്ന ആസാമിലും മേഘാലയയിലും മിസോറാമിലും ഒക്കെ AK-47 എടുത്ത് ഇന്ത്യ ഗവൺമെന്റിനും നമ്മുടെ പട്ടാളത്തിനും നമ്മുടെ സുരക്ഷാ വിഭാഗത്തിനും എതിരെ ഫൈറ്റ് ചെയ്യുമ്പോൾ അത് ടെററിസമായി. അവിടെ നിന്ന് ഇത്ര ആളുകൾ മരിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അത് ടെററിസമാണ്. അതാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് എതിരായി കൂടി ഉള്ള സമരം അല്ലെങ്കിൽ അക്രമം വരണം, അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമം വരണം, അപ്പോഴാണ് ടെററിസം ആവുക. ഇപ്പോൾ അതാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ ചാർത്തപ്പെട്ട കുറ്റം. അവരുടെ ഉദ്ദേശം ഭാരതത്തെ, ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായ ഭാരതത്തെ അത് മാറ്റിമറിച്ചുകൊണ്ട് 2047 കൂടി ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കുക, ഇസ്ലാമിക രാജ്യമാക്കുക എന്നതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, അത് നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഭാവന വിലാസത്തിനനുസരിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ചില നിയമസംഹിതയുണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് ആയ ചില സങ്കല്പങ്ങളുണ്ട്. അതിനനുസരിച്ച് സംസാരിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഈസ് എ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. അവർ ചെയ്ത പ്രവൃത്തി ടെററിസം എന്ന വാക്കിന്റെ നിർവചനത്തിന്റെ പഴയ നിർവചനത്തിനും പുതിയ നിർവചനത്തിനും ഉള്ളിൽ പെടുന്നതാണ്. സോ അവർ ഒരു തീവ്രവാദ സംഘടനയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയത്. അതാ ഞാൻ പറയുന്നത്, നിർഭാഗ്യമെന്ന് പറയട്ടെ, അവർക്ക് വലിയ തോതിലുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് പല സ്ഥലത്തും, ചില പോക്കറ്റുകളുണ്ട്, എല്ലാ സ്ഥലത്തും ഒന്നുമില്ല. ഈ കണ്ണൂർ ജില്ലയിൽ ചില പോക്കറ്റുകളുണ്ട്, മട്ടന്നൂർ പ്രദേശങ്ങളിൽ ചില പോക്കറ്റുകളുണ്ട്. ആ പോക്കറ്റുകളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇന്നത് അവർക്ക് അവിടെ ഒളിച്ചു താമസിക്കാൻ സാധിച്ചത്. പക്ഷെ ഇന്നതൊക്കെ വീക്കണായി, അതൊക്കെ ദുർബലപ്പെട്ട് വരികയാണ് അവരെ പോക്കറ്റുകളൊക്കെ. അതുകൊണ്ട് അവർ ഇപ്പോൾ അവരെ പുകച്ച് പുറത്തു ചാടിയിരിക്കുകയാണ്. അവർ നിയമത്തിന് മുമ്പിൽ എത്തിച്ചിരിക്കുകയാണ്.